ഈ കാലും കയറ്റി വെച്ചിരിക്കുന്ന എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു പണി ഉണ്ടാവില്ല. എടുത്തുമേ ശ്രുതി അമ്മയും കൂടെ എല്ലാം ചെയ്തിട്ടുണ്ടാവും. നമ്മളിന്ന് ചാത്തങ്കാവൽ ഉത്സവത്തിന് വേണ്ടി വന്നതാണ്. ഈ ഒരു വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം വൈകി. എനിക്ക് പനിയും ഒക്കെ ആയിരുന്നു, സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയിണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇതിടാൻ വേണ്ടിയിട്ട് നേരം വൈകിയത്. ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ശ്രുതിയുടെ വീട്ടിൽ നിന്ന് മേടത്തിമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പൂരത്തിന് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചാത്തങ്കാവൽ പൂരം ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ പോവില്ല, ഈ പൂരത്തിനാണ് കേട്ടോ. വരെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പൂരം പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരത്തെ കാലത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ദാ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അത്രയും അടുത്താണ്. ഇപ്പം നേരത്തെ കാലത്ത് പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മെഗാ തിരുവാതിര ഉണ്ട്, അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ഥലം പിടിക്കണം, അല്ലെങ്കിൽ ഇവന് നിന്ന് കണ്ടുവരും അത്രയും നേരം. എല്ലാവർക്കും ബോഡി പെയിനും കാൽവേദനയൊക്കെയാണ്. അപ്പോൾ നേരത്തെ കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്ഥലം പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് കുറേ നേരം വൈകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് സീറ്റൊന്നും കിട്ടില്ല, അങ്ങനെ നിന്ന് കണ്ടുവരും കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള തിറയും ബോധവും കാര്യങ്ങളൊക്കെയാണ്. ഈ എഴുന്നള്ളിപ്പണ്ട് കയറിയതിന് ശേഷമാണ് നമ്മുടെ മെഗാ തിരുവാതിര തുടങ്ങുക കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് സീറ്റൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെഗാ തിരുവാതിര കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുട്ടൻ്റെ കുട്ടികളില്ല, അത് നമ്മുടെ പച്ചേരിയുള്ള മക്കളാണ്. എൻ്റെ മക്കളെ എന്തൊരു വൈബിലെ പിള്ളേർ കുട്ടണമെന്ന് അറിയാം. അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റി, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മെഗാ തിരുവാതിര അയ്യോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. അവിടെ പൈങ്കൊണ്ണൂർ ഭാഗത്തെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവരുടെ ട്രൂപ്പിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നന്നായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് തായമ്പാക്ക് തുടങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മേനായിട്ടൊന്ന് പൂരപ്പറമ്പിൽ ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയും കുട്ടികളും കൂടെ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോയി അമ്മയ്ക്ക് ഒരു ചായയും ഓംലെറ്റൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങളൊരു ഐസ്ക്രീമും കഴിച്ചിട്ട് അമ്പലം വക നമ്മുടെ അവിടെ നിന്ന് തന്നെ സദ്യ ഉണ്ട് കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. ഇത് കഴിക്കാത്ത ഞങ്ങൾ പോറില്ല. ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ രാത്രി എന്തായാലും മസ്റ്റായിട്ടും കഴിച്ചിട്ടേ പോരുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഉച്ചയ്ക്ക് രാത്രിയും കഴിക്കാറുണ്ട്. ഈ പ്രാവശ്യം രാത്രിയാണ് കഴിച്ചത്. വയന് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോയിരുന്നു വരവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് കക്കഞ്ചറ സൈഡിലുള്ള ഗംഭീര വരവായിരുന്നു കേട്ടോ. ഈ ഒരു ഇതില്ലേ നമ്മുടെ ഈ ഒരു എന്താ പറയുക വേഷങ്ങൾ എന്ത് രസമായിരുന്നു. ഇതിന് എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അയ്യോ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് വരുമെന്നൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനത്തെയാണെന്ന് തോന്നുന്നു. ആ ഒരു വരവ് വന്നിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്നപ്പോഴേക്കും കാവുമ്പുറത്തെ വരവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വരവും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മൊയലിനെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞതിന് എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുപ്പും കൈ കൊടുക്കലൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു. ഈ രണ്ട് വരവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ഭക്തിഗാനം ഉണ്ട് കേട്ടോ. നമ്മുടെ ഭജൻ സന്ധ്യ ഉണ്ട്, സിത്താമണി ട്രൂപ്പിൻ്റെ ആണ്. ഇതും കൂടെ കാണണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ മക്കളെ 2 പാട്ട് കഴിഞ്ഞിട്ട് പോരണമെന്ന് വിചാരിച്ച ഞാൻ ഫുള്ള് കഴിഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും. ഈ ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് 3:45 ആയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.